ഇന്ന് ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ആദ്യത്തെ ചോദ്യം, അങ്ങനെ എന്തുണ്ട് നിരന്തരമായി സ്വയം പ്രഹരമേൽക്കേണ്ടി വന്നിട്ട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതായി? നിങ്ങളുടെ ഉത്തരം ചിലപ്പോൾ ഭൂമി എന്നായിരിക്കും, അല്ലെങ്കിൽ വൃക്ഷം. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ ഏതു വ്യക്തിയുണ്ട് നിങ്ങൾ ഒരു കാര്യവും പറയാതെ തന്നെ എല്ലാം മനസ്സിലാക്കുന്നതായി, എല്ലാം മനസ്സിലാക്കിയിട്ട് യാതൊരു സ്വാർത്ഥതയുമില്ലാതെ നിങ്ങളെ സഹായിക്കുന്നവരായി? അതിനുള്ള നിങ്ങളുടെ ഉത്തരം സഹോദരൻ അല്ലെങ്കിൽ മിത്രം. ഇനി മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ ഏതു ഭഗവാനാണ് സ്വയം വിഷം പാനം ചെയ്യാൻ തയ്യാറായി നിങ്ങളുടെ ജീവിതത്തിൽ അമൃത് പ്രദാനം ചെയ്യുന്നത്? അതിനുള്ള നിങ്ങളുടെ ഉത്തരമായിരിക്കും മഹാദേവൻ. ഇവയൊക്കെയാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ആ ഉത്തരങ്ങൾ മുഴുവനും തെറ്റാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം തീർച്ചയായും ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, അമ്മ. മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് നിങ്ങൾ അമ്മയെ എത്രമാത്രം പ്രഹരിച്ചു കാണും. പക്ഷെ എന്നിട്ട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ നിങ്ങളെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും അമ്മ എല്ലാം മനസ്സിലാക്കുമായിരുന്നു. ജീവിതത്തിലെ കഠിന പരിതസ്ഥിതികളാകുന്ന വിഷം പാനം ചെയ്തിട്ട് നിങ്ങൾക്ക് സുഖത്തിന്റെ അമൃത് നൽകുമായിരുന്നു. ഈ ജീവിതയാത്രയിൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും അമ്മയോടുള്ള കടം ഒരിക്കലും വീട്ടുവാനാവില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജീവിതത്തിലെ ആനന്ദത്തിൽ, ഉയർച്ചകളിൽ, പിന്നെ കൃതജ്ഞതകളിൽ സ്വന്തം അമ്മയെ സ്മരിക്കണം. എന്നിട്ട് എന്നോടൊപ്പം സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ. ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.